ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ചെറുപയർ പരിപ്പ് പായസം വെച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? ഞാൻ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു റെഡ് കളറാവുന്നത് വരെ ഇത് ചൂടാക്കുക കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പ് അതിലോട്ട് ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇട്ട് ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ പരിപ്പിൻ്റെ കളർ ഇങ്ങനെ മാറി വരും. അത്യാവശ്യം കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ പരിപ്പ് കുക്കറിലോട്ട് മാറ്റി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വേവിക്കുന്ന സമയത്ത് ഞാനൊരു 5-6 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായയുടെ ഫ്ലേവർ ഈ ഒരു പരിപ്പിലോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേവിക്കുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ ഓപ്പൺ ചെയ്ത ശേഷം ഈ പരിപ്പൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു കുക്കറാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള വേറെ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ പാത്രത്തിലോട്ട് ഞാൻ ഒരു 5 കഷ്ണം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ശർക്കരപ്പാനി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അല്ലെങ്കിൽ ഓരോ കട്ടയായിട്ട് ഇതിലിങ്ങനെ നിൽക്കും. പരിപ്പൊക്കെ നന്നായി ഉടച്ചെടുത്ത ശേഷം ഞാൻ 2ാം പാൽ അതിലോട്ട് ചേർക്കുന്നുണ്ട്. ഒരു 1.5 തേങ്ങ ചിരകിയതിൽ നിന്ന് എടുത്തിട്ടുള്ള 2ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡും ശർക്കരപ്പാനിയും ഒക്കെ ചേർന്ന് അത്യാവശ്യം മധുരമുള്ള ഒരു ലെവലിലോട്ട് പായസം എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടി പോകാൻ പാടില്ല. ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അവസാനമായിട്ട്
ഒന്നാം പാൽ കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ഒഴിച്ച് ഏകദേശം ഒരു ചെറിയ തിള വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പായസം കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നുണ്ട്, എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് വരും. നമ്മുടെ പരിപ്പൊക്കെ അതിലൊന്ന് മിക്സായി നല്ല ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ പായസം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വേവിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ ഒരു പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്ന ഒരു സ്റ്റെപ്പാണ്. സോ ഇതാരും മിസ് ചെയ്യരുത്. അപ്പോൾ ഈ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.